നെടുമ്പാൾ SNDP വഴിയിൽ ഒരു ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന വാഹനത്തിന് തീപിടിച്ചു എന്ന വാർത്തയും അറിഞ്ഞാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത്. എത്തുമ്പോൾ തന്നെ വാഹനം പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. അതേസമയം മറ്റ് അപകടങ്ങൾ ഇല്ല. നമുക്കറിയാൻ കഴിഞ്ഞത് ഈ വാഹനത്തിന്റെ ഡ്രൈവറായിരുന്ന കുട്ടനെല്ലൂർ സ്വദേശിയായിട്ടുള്ള ഗിരിജൻ ചേട്ടന്റെ സംയോജിതമായിട്ടുള്ള ഒരു ഇടപെടലിലാണ് ഈ വലിയൊരു അപകടമുണ്ടാക്കാവുന്ന ഒരു സാഹചര്യം അത് ഒഴിവായി പോയത്. ഗ്യാസ് നിറഞ്ഞ 18 കുറ്റികൾ ഈ വാഹനത്തിലുണ്ടായിരുന്നു. ഏതായാലും എന്താണ് ഗിരിചേട്ടൻ, എന്താണ് സംഭവിച്ചത്? ഞാൻ ഈ തൊട്ട വീട്ടില് സിലിണ്ടർ കൊടുക്കുകയായിരുന്നു. കൊടുത്തു വന്ന് ഞാൻ കാലിയൊക്കെ എടുത്ത് വണ്ടിയിലിട്ട് വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ 2 കുഞ്ഞു കുട്ടികൾ സ്കൂളിൽ നിന്ന് തിരിച്ചു പോകണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ പുക വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ താഴത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ പുക വരുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ ബാറ്ററി വരെ രണ്ടും പിടിച്ചു. വീണ്ടും പുക കൂടുക. പിന്നെ തൊട്ട് ബാക്കിൽ, ഈ കത്തണേൻ്റെ തൊട്ട് ബാക്കിൽ 18 ഫുൾ സിലിണ്ടർ ഉണ്ട്. അത് മാറ്റാൻ വേണ്ടി ഞാൻ വേഗം എല്ലാതും വലിച്ചു ഒക്കെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഒക്കെ നീക്കിയിട്ടു. നീക്കിടാൻ സമയം കിട്ടിയില്ല. വണ്ടിയിൽ നിന്ന് എടുത്ത് റോട്ടിലേക്ക് ഇട്ടു. പിന്നെ തീ ആളിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും ഈ ചേട്ടൻ വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് സിലിണ്ടറൊക്കെ അങ്ങോട്ട് ദൂരേക്ക് മാറ്റി വെച്ചു. പിന്നെ കത്തിക്കൊണ്ടേയിരിക്കുക. പിന്നെ എടുക്കാൻ പറ്റില്ല. കാലി ഇറക്കാൻ സമയം കിട്ടിയില്ല. അപ്പോഴേക്കും കത്തിക്കൊണ്ടേയിരിക്കുക. ഫുൾ സിലിണ്ടർ മാറ്റി. അത് തന്നെ വലിയൊരു ഭാഗ്യം. വണ്ടി പൂർണ്ണമായിട്ടും പൂർണ്ണമായും കത്തി നശിച്ചു. എന്തായിരുന്നു വന്നപ്പോ എന്തായിരുന്നു അവസ്ഥ? എന്നെ ഇവിടെ ഗ്യാസ് വണ്ടി കത്തുണ്ടെന്ന് പറഞ്ഞ് ഇവിടുത്തെ ഈ ചേച്ചി വന്ന് വിളിച്ചു. അപ്പൊ തന്നെ ഞാൻ ഓടി വന്നപ്പോൾ വണ്ടിയിൽ നിന്ന് കത്തണ്. ആള് ഗ്യാസ് മുറ്റി ഇങ്ങോട്ട് എടുത്തിടുന്നുണ്ട് താഴത്തേക്ക്. ഓരോന്നങ്ങോട്ട് ഉരുട്ടിണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടൻ എടുത്തിട്ടോ. ഞാൻ ഉരുട്ടി അങ്ങോട്ട് കൊണ്ടുപോയി ആ താഴത്തേക്ക് ഒക്കെ ഉരുട്ടി അങ്ങോട്ട് ഇട്ടു 18 എണ്ണം. അപ്പൊ എത്ര എണ്ണം ഒന്നും നോക്കിയില്ല, കിട്ടുന്നത് മുഴുവൻ അങ്ങോട്ട് ഉരുട്ടി ഇട്ടു. അപ്പൊ ഞാൻ ചേട്ടനോടും, ചേട്ടാ ആള് കത്തി തുടങ്ങി, ഇനി അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് പോരാ. എൻ്റെ വിചാരം ഇത് കംപ്ലീറ്റ് ഗ്യാസ് നിറഞ്ഞിരിക്കുന്നതാന്നാ. അപ്പൊ ആള് പറഞ്ഞു, അതല്ല, കംപ്ലീറ്റ് ഇനിയുള്ളത് കംപ്ലീറ്റ് കാലിയാണ്, ബാക്കിയുള്ളതൊക്കെ ഞാൻ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും ആളും കൂടി ഉരുട്ടി അങ്ങോട്ട് താഴത്തേക്ക് കൊണ്ടിട്ടു. ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്നത് ഈ ചേട്ടനാണ്, ഈ ഡ്രൈവറെ. ആ നേരത്തെ ഈ അവസരമായി ഇടപെട്ട് അതൊക്കെ ഗ്യാസ് കുറ്റി കംപ്ലീറ്റ് പുറത്തേക്ക് എടുത്തിട്ട് കാരണം വലിയൊരു അപകടം ഒഴിവായി. കാരണം അല്ലെങ്കിൽ ഈ ഭാഗം മുഴുവൻ കത്തി നശിച്ചു പോയി, ഒരെണ്ണം പൊട്ടിക്കഴിഞ്ഞു. ഇരിങ്ങാലക്കുട അഗ്നിരക്ഷാ നിലയത്തിലെ സേനാംഗങ്ങളാണ് ഞങ്ങൾ. ഈ ഭാഗത്ത് ഒരു സിലിണ്ടർ കയറ്റി വന്ന ഒരു വാഹനത്തിന് തീപിടിച്ചായിട്ട് സന്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് സേനാംഗങ്ങൾ എത്രയും പെട്ടെന്ന് നെടുമ്പാൾ ഭാഗത്തേക്ക് എത്തിയത്. ഞങ്ങൾ വരുമ്പോൾ വാഹനത്തിൻ്റെ എഞ്ചിൻ ഭാഗത്ത് നിന്ന് പൂർണ്ണമായും തീ കത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. ഏകദേശം 60ഓളം സിലിണ്ടറുകൾ ഉണ്ടായിരുന്നു. അതിൽ 18 സിലിണ്ടർ അവർ ആദ്യമേ തന്നെ തീപിടുത്ത ഉടനെ തന്നെ മാറ്റിയുണ്ടായി. ബാക്കി 42 സിലിണ്ടർ വാഹനത്തിൽ തന്നെ ഉണ്ടായിരുന്നു. വലിയൊരു അപകടാവസ്ഥ ഉണ്ടായിട്ടുള്ളത്. സാധാരണഗതിയിൽ ചൂട് പിടിച്ചു കഴിഞ്ഞാൽ സിലിണ്ടർ ബ്ലവി ആവുക എന്ന് പറയും. ബ്ലവി ആയിക്കഴിഞ്ഞാൽ സിലിണ്ടറിൻ്റെ പുറമേയുള്ള ബോഡി ചൂട് പിടിച്ച് എക്സ്പ്ലോഡ് ചെയ്യും, പൊട്ടിത്തെറിക്കും. അങ്ങനെ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ വലിയ അപകടാവസ്ഥയിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് വളരെ ജനവാസ മേഖലയായതുകൊണ്ട് അതിൻ്റെ അപകടത്തിൻ്റെ തോത് വളരെ വലുതായിരിക്കും. ആ തോത് ഇല്ലാതാക്കാനാണ് ആദ്യമേ തന്നെ ഞങ്ങളുടെ MTUവിൽ നിന്ന് ഒരു 2 ലെങ്ത്തിൽ ഓസ് ലേ ഔട്ട് ചെയ്ത് വെള്ളമടിക്കുകയും ഫോം ഉപയോഗിക്കുകയും ചെയ്തു. പൂർണ്ണമായും തീ കെടുത്തി മറ്റ് അപകടങ്ങളൊന്നും ഇല്ലാതാക്കി പൂർണ്ണമായ അപകടാവസ്ഥ ഒഴിവാക്കിയതിന് ശേഷമാണ് സേന നിലയത്തിലേക്ക് മടങ്ങിപ്പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഈ എഞ്ചിൻ്റെ ഭാഗത്താണ് തീ പടർന്നു പിടിച്ചത്. ഷോർട്ട് സർക്യൂട്ട് ആവാനാണ് സാധ്യത കാണുന്നത്. അപ്പോൾ എഞ്ചിൻ്റെ ഭാഗത്തുള്ള ചൂട് വളരെ വലിയ ചൂടായി മാറുകയും വളരെ തീയായി മാറുകയും വളരെ ഉയർന്ന അളവിലാണ് തീ ഉണ്ടായിരുന്നത്. സേനാംഗങ്ങളുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് തീ കെടുത്താൻ കഴിയുകയും ഒരു സിലിണ്ടറിന് പോലും തീ പിടിക്കാനുള്ള അവസ്ഥ ഉണ്ടാകാതിരിക്കുകയും ജനങ്ങളുടെ ജീവനും സ്വത്തും സേന സംരക്ഷിക്കാനായിട്ട് കഴിഞ്ഞു. തീർച്ചയായിട്ടും നല്ലൊരു പ്രവർത്തനമായിരുന്നു സേന ചെയ്തത്. നല്ലൊരു പ്രവൃത്തിയായിരുന്നു. വാഹനത്തിൻ്റെ ഡ്രൈവർ നല്ല രീതിയിൽ തന്നെ ഇടപെട്ടു. കാരണം അദ്ദേഹം സിലിണ്ടർ വീട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് പുക കാണുകയും പുക കണ്ട ഉടനെ തന്നെ അദ്ദേഹം ഒരു എക്സ്റ്റിങ്വിഷർ എടുത്ത് പുറത്ത് വെക്കുകയും അതേപോലെ തന്നെ വാഹനത്തിലുണ്ടായിരുന്ന 18ഓളം ഫുൾ സിലിണ്ടർ അത് പുറത്തെടുത്ത് മാറ്റാനുള്ളൊരു ധൈര്യം കാണിച്ചു. അതാണ് ഏറ്റവും ഇതിനകത്തൊരു ഹൈലൈറ്റ് ആയി നമുക്ക് പറയാവുന്നത്. കാരണം ഫുൾ സിലിണ്ടർ ആണെങ്കിൽ അപകടത്തിൻ്റെ തോത് വർദ്ധിക്കും. പഞ്ചായത്തിൽ നിൽക്കുന്ന സമയത്താണ് ഇവിടെ വാർഡിൽ നിന്ന് വിളി വന്നത്. വിളിച്ചു വന്നപ്പോൾ ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ രണ്ടാമത് വിളി വന്നു, ഭയങ്കര എമർജൻസിയാന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ഫയർഫോഴ്സിലേക്ക് വിളിച്ചു. അതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിക്കും വിളിക്കാൻ എല്ലാവരും വിളിക്കും. പോരുന്ന വഴിക്ക് തന്നെ വിളിച്ചു കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഭീകരാവസ്ഥയായിരുന്നു. പക്ഷേ ശരിക്കും ആ ഡ്രൈവറുടെ അവസരോചിതമായിട്ടുള്ളൊരു ഇടപെടൽ, നമ്മൾക്ക് ഒരു പുക വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു പേടി കിടക്കുന്നൊരു സമയമാണ്. പക്ഷെ ആള് നല്ല ധൈര്യത്തോട് കൂടിയിട്ട് തന്നെ 18 സിലിണ്ടറും മാറ്റാൻ കഴിഞ്ഞത് ഏറ്റവും വലിയൊരു അപകടം, ഞങ്ങളുടെ വാർഡിൽ നമ്മുടെ പഞ്ചായത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു അപകടം ഒഴിവാക്കാനായിട്ടത് സാധിച്ചു. അതിന് ഏറ്റവും കൂടുതൽ ആളെ ഈ സമയത്ത് അഭിനന്ദിക്കണം. ഇങ്ങനൊരു അപകടം നടന്നാലും അത് ഇത്രയും ഒഴിവാക്കി, ഇത്ര വലിയൊരു അപകടം ഒഴിവാക്കി തന്നതിൽ ആൾക്ക്
അത് അംഗീകരിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. തീർച്ചയായിട്ടും ഒരു ജനവാസ മേഖലയിലാണ് ഇത്തരം ഒരു വലിയ ഒരു അപകടം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും സിലിണ്ടറുകൾ നിറഞ്ഞ ഒരു വാഹനം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് പോലും അല്പം ഭയമുണ്ടായിരുന്നു ഈ വാർത്ത കേട്ട് വരുമ്പോൾ. അപ്പോൾ പിന്നെ ഇവിടെ ഉണ്ടായിരുന്നവരുടെ ഒരു അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഏതായാലും ഗ്യാസ് നിറഞ്ഞ ഒരു വണ്ടിയായിരുന്നു, 18 ഗ്യാസ് നിറഞ്ഞ കുറ്റികളുള്ള ഒരു വണ്ടിയായിരുന്നു. മൊത്തം 60 കുറ്റികളാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഗിരിജൻ ചേട്ടൻ്റെ ആ ഒരു അവസരോചിതമായ ഒരു ഇടപെടൽ, 18 ഗ്യാസ് നിറച്ച കുറ്റികളും ആദ്യം തന്നെ എടുത്തു മാറ്റാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഒപ്പം സഹായിക്കാനായിട്ട് ഈ ചേട്ടനും കൂടെ വന്നു. ഫയർഫോഴ്സ് വരുമ്പോഴേക്കും ആ കുറ്റികളൊക്കെ മാറ്റാൻ കഴിഞ്ഞു. എന്നിരുന്നാൽ തന്നെ വാഹനം പൂർണ്ണമായി കത്തി നശിച്ച ഒരു വലിയ വിഷമം ഗിരിചേട്ടൻ്റെ മുഖത്ത് കാണാൻ കഴിയും. എന്നിരുന്നാൽ തന്നെ അദ്ദേഹം അവശനാണ്, ക്ഷീണിതനാണ്. ഏതായാലും സംയോജിതമായ ഒരു ഇടപെടലിലൂടെ നെടുമ്പാൾ ഉണ്ടായേക്കാവുന്ന ഒരു വലിയ അപകടമാണ് നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചത്. ക്യാമറാമാൻ ലിവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.